നിങ്ങൾ രണ്ടാളും ഡോക്ടറെ അടുത്ത് പോകുന്നു, കുറെ മരുന്ന് കഴിക്കുന്നു, എന്നിട്ടും ഫലം കണ്ടില്ലെങ്കിൽ അടുത്ത വഴി നോക്കണം. കണ്ണേട്ടൻ ഒരിക്കൽ പറഞ്ഞു, ഡോക്ടർ ജീവനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാവുന്നു. എന്താ ഇനി ഞാൻ അയാളെ കാണണോ എന്ന് ഞാൻ പറഞ്ഞോ? കാർത്തു ആ വഴിക്ക് ചിന്തിക്കുന്നുണ്ടാവും. അയാൾ അച്ഛനാണെന്ന് അറിഞ്ഞ ശേഷം ഒരുപാട് ദൂരെ നിർത്തിയ കാർത്തു അങ്ങനെ പറയുവോ? ആരങ്ങനെ പറഞ്ഞാലും ഒരു സത്യം ഉണ്ടമ്മേ. ഈ പറയുന്ന ഡോക്ടർ ജീവന് മക്കളില്ല, ആകെയുള്ളത് കാർത്തുവാ. അതിനുശേഷം ആ ദുഷ്ടന് ദൈവം അങ്ങനെ ഒരു ഭാഗ്യം കൊടുത്തിട്ടില്ല. സ്വന്തമായൊരു കുഞ്ഞില്ലാത്തവന് ഈ പറയുന്ന കഴിവുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. അവന്റെ കാര്യം വിട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഒരു കുഞ്ഞിനെ എനിക്കിതാ. അത് കാത്തിരിക്കല്ലേ മതിലകം തറവാടും ദേവനന്ദയും മോന്റെ മുത്തശ്ശനും ഒക്കെ. ഇനിയിപ്പോ ഉണ്ണി ജയിലിൽ നിന്ന് ഇറങ്ങിയ മാളുവിന്റെ ഉണ്ണിയുടെയും കല്യാണം കഴിയും. ഉണ്ണിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലെന്ന് പറയുന്നോണ്ട് അവർക്കും ഒരു കുഞ്ഞ് ജനിക്കും. അതിനു മുമ്പ് നിങ്ങൾക്ക് അതിനുള്ള അവസരം കിട്ടണ്ടേ? എന്തായാലും അങ്ങനെ എന്തൊക്കെയോ കാർത്തുന് അലട്ടുന്നുണ്ട്. പിന്നെ മതിലകത്തേക്ക് അയാൾ പോണെന്ന് പറയുകയാണെങ്കിൽ വിട്ടേക്കണം. നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും ജനിച്ചു വളർന്ന തറവാട് അയാൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാ. അവിടെ ചെല്ലുമ്പോഴുള്ള അയാളുടെ സന്തോഷം ഒന്ന് കാണണം. അതുകൊണ്ട് തന്നെയാ അപ്പച്ചിയും മുത്തച്ഛനും കൂടെ തറവാട് കണ്ണേട്ടന് തിരിച്ചു പിടിച്ചു കൊടുത്തതും. അവിടുത്തെ പശുക്കിടാങ്ങളും ആ പുഴയൊക്കെയാ അയാളുടെ മനസ്സിൽ എന്നും പച്ചപിടിച്ച് നിൽക്കുന്നത്. പക്ഷെ അവിടേക്കെന്ന് പറഞ്ഞ് ജീവനെ കാണാൻ പോകരുത്. ഇനി മോൾ അങ്ങനെയൊന്നും പോകത്തില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. നീ ഇനി ആവശ്യമില്ലാത്തൊന്നും ചിന്തിച്ചു കൂട്ടണ്ട. എന്താ മോളെ? ഞാൻ ഇന്നലെ ഒരു ദുസ്വപ്നം കണ്ടായിരുന്നു. അപ്പച്ചി എന്റെ അച്ഛനെ വെടിവെച്ച് കൊല്ലുന്നതായിട്ടാ കണ്ടത്. പിന്നെ ഉറക്കം വന്നില്ല. സാരറിയാതെ ഞാൻ രാത്രിയിൽ തന്നെ അച്ഛനെ വിളിച്ചു. അങ്ങനെയുള്ള അബദ്ധമൊന്നും കാണിക്കരുതെന്ന് ഞാൻ പറഞ്ഞതേ മോളോട്. എനിക്ക് എന്റെ അച്ഛന്റെ ശബ്ദം കേൾക്കണമെന്ന് തോന്നി, അതുകൊണ്ടാ വിളിച്ചത്. എന്നിട്ട് അച്ഛൻ ഫോൺ എടുത്തില്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കുന്നതല്ല. എന്റെ വിളി വന്ന ചാടി എടുക്കുന്ന ആളാ. എത്ര മണിക്കാ മോള് വിളിച്ചത്? പാതിരാത്രി കഴിഞ്ഞു കാണും. ആ നേരത്തേക്ക് ആൾക്കാർ ഉറങ്ങുന്ന സമയമല്ലേ മോളെ? രാവിലെ ഡോക്ടർ എന്നെ വിളിച്ചിരുന്നു. മോള് വിളിച്ചത് കണ്ടു എന്ന് പറഞ്ഞു. അത് എന്തിനാണെന്ന് അറിയാനാ ഞാൻ മോളെ രാവിലെ വിളിച്ചത്. കണ്ണേട്ടനോട് സംസാരിച്ചു തന്നപ്പോ സാറിന്റെ അമ്മ വന്നു. ഞാനതാ പെട്ടെന്ന് വിഷയം മാറ്റിയത്. ഇതിപ്പോ അച്ഛനും മോളും കാരണമില്ലാതെ ആദ്യം എടുത്ത് നടക്കുക. അച്ഛന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വിളിച്ചപ്പോ ശബ്ദത്തിനൊരു ഇടർച്ചയുണ്ടായിരുന്നു. ഇനി പനിയോ മറ്റോ ഉണ്ടോന്ന് അറിയില്ല. എന്നാ പിന്നെ കണ്ണേട്ടൻ അങ്ങോട്ടൊന്ന് പോ. ഞാൻ അങ്ങോട്ട് പോകാൻ തന്നെ പോന്നേ. അവിടെ ചെന്നിട്ട് പനിയുണ്ടെങ്കിൽ ഇല്ലാന്ന് ഇവിടെ വന്നിട്ട് കള്ളം പറയരുത്. പനിയുണ്ടെങ്കിൽ മോൾ എന്ത് ചെയ്യാൻ പോവാ? ഡോക്ടർക്ക് എന്ത് സംഭവിച്ചാലും എടുത്തു പിടിച്ച് മോക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല. അങ്ങനെ പോകുന്ന അപകടാ. മോളെ, അച്ഛനെ ഇനിയും കാണുന്നുണ്ടെങ്കിൽ, അച്ഛനുമായിട്ടുള്ള ബന്ധം നിലനിർത്തണമെന്നുണ്ടെങ്കിൽ, അതിലുപരി ആ മനുഷ്യൻ ജീവിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ മോളെ നിയന്ത്രിച്ചേ പറ്റൂ. അരുണ വരുന്നുണ്ടേ. അരുണേ, ഞാൻ കണ്ണേട്ടനെ കാണാൻ ഇരിക്കുവായിരുന്നു. ഇയാൾക്ക് രാത്രിയിൽ ഉറക്കമൊന്നും ഇല്ലാട്ടോ. അതേപറ്റിയൊക്കെ പറയായിരുന്നു. ദുർസ്വപ്നം കണ്ടുവന്ന്. എങ്ങനെ കാണാതിരിക്കും? ഓരോന്നിങ്ങനെ ചിന്തിച്ചു കൂട്ടുകയല്ലേ, അതും ആവശ്യമില്ലാത്ത കാര്യം. അന്നേരം ഒരുപാട് കള്ളം പറഞ്ഞ അമ്മിക്കപ്പോഴും കാർത്തൂനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടിരുന്നത്. അതിന് കൂട്ടുപിടിക്കുന്നത് ദൈവങ്ങളെയും. എന്റെ തറവാട്ടിലും അമ്പലങ്ങളിലും അല്ലാതെ മറ്റൊരിടത്തും കാർത്തു പോലെന്ന് എല്ലാവർക്കും അറിയാം. ദൈവങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സറിയാലോ. ഞങ്ങൾ തെറ്റൊന്നും ചെയ്യില്ല എന്നും അറിയാം. എങ്കിലും കാർത്തു മോളുടെ ഭർത്താവിന് കൊടുത്തൊരു വാക്കുണ്ട്. അത് ദൈവത്തിന്റെ മുമ്പ് വെച്ചാ ആ വാക്ക് ഒരിക്കലും തെറ്റിക്കാൻ പാടില്ലാത്ത. എന്നിട്ടും അതൊക്കെ മറന്നിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് മോള് വരുന്നത് ഡോക്ടറുടെ ഭാഗത്ത് സത്യമുള്ളതുകൊണ്ടാ. സ്വന്തം അച്ഛൻ തെറ്റുകാരനല്ലാന്ന് മോളെന്തെങ്കിലും അറിയണ്ടേ കണ്ണാ? അതുകൊണ്ടല്ലേ ഞാനത് അറിയിച്ചത്. പക്ഷേ അതിപ്പോ എനിക്ക് പണിയായി. തനിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. ഇന്നലെ രാത്രി പനിയൊന്ന് കൂടിയായിരുന്നു. ആ സമയത്ത് ഫാനും എ സിയൊക്കെ ഓഫാക്കിയിട്ടും ഭയങ്കര കുളിരായിരുന്നു. അങ്ങനെ കിടന്നപ്പോ മോളെന്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഓർത്തുപോയി. ഈ മരണം അടുത്ത് വരുമ്പോ അടുത്ത ബന്ധുക്കളൊക്കെ കാണുന്ന ആൾക്കാർക്ക് തോന്നില്ലേ, അതുപോലൊരു തോന്നൽ. അങ്ങനൊന്നും ചിന്തിക്കരുതേ. മകളെ കണ്ടുകൊണ്ട് ഡോക്ടർ ഇനി ഒരുപാട് കാലം ജീവിക്കും. അതെ, മകളെ കണ്ടുകൊണ്ട് ഒരുപാട് കാലം ജീവിക്കും. പക്ഷേ മകൾക്കൊപ്പം ജീവിക്കാൻ കഴിയില്ല. അതാ സഹിക്കാൻ കഴിയാത്തത്. എന്റെ നെഞ്ചിനകത്ത് മുഴുവൻ മോളാ. അതുകൊണ്ട് ഈ വേദന മാറണമെങ്കിൽ മോള് വന്നേ പറ്റൂ. ഇപ്പൊ മോള് പറഞ്ഞു കഴിഞ്ഞല്ലോ അച്ഛന് അവശതയുണ്ടെന്ന്. അതുകൊണ്ട് അച്ഛനേക്കാളും ആവേശമായിരിക്കും ഇങ്ങോട്ട് വരാൻ.
ഇന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുമോ? എന്നൊന്നും പറയാൻ പറ്റില്ല. വലിയ ദൂരമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് വന്നിട്ട് പോവാലോ. കാര്യമൊക്കെ ശരിയാ. അച്ഛനോട് മോളെ ഇടയ്ക്ക് വെറുപ്പ് കാട്ടിയതുകൊണ്ട് അരുണിപ്പോ പഴയതുപോലൊന്നും സംശയിക്കുന്നില്ല. എങ്കിലും അരുണിന്റെ അയാളുടെ അപ്പച്ചയുടെയും മനസ്സിൽ ചെറിയ തോതിൽ കരട് കിടപ്പുണ്ട്. അതിനെയും വലുതായി കഴിഞ്ഞാൽ പിന്നെ അരുണിന്റെ സ്വഭാവം ഒരു പ്രത്യേക സ്വഭാവമാ. അയാള് അച്ഛനെ വന്ന് മോള് കാണുന്നുണ്ടെന്ന് കണ്ടുപിടിക്കും. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബന്ധങ്ങൾക്ക് ഉലച്ചിലുണ്ടാവും. ഇപ്പൊ എന്നോടും പവിത്രയോടും ഒക്കെ വലിയ സ്നേഹവും ബഹുമാനവും ഒക്കെ അതുപോലും ഇല്ലാതാവും. ഡോക്ടർക്ക് അറിയാലോ, ഇപ്പൊ ഞാൻ താമസിക്കുന്ന തറവാടും അതിനോട് ചേർന്നുള്ള പറമ്പും എന്റെയും കാർത്തൂന്റെയും പേരിൽ എഴുതി തന്നിരിക്കുന്നത് അരുണിന്റെ മുത്തച്ഛനാ. ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നവരെ വെറുപ്പിക്കാൻ പറ്റുമോ? ഒരു സമയത്ത് ഞാൻ ജയിലിൽ പോയപ്പോ നടന്ന കഥകളൊക്കെ ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടുള്ളതല്ലേ. അന്നും ഞങ്ങളെ നിലനിർത്തിയത് അവരൊക്കെ തന്നെയാ. സ്വത്തും പണോ എത്ര വേണമെങ്കിലും തരാം, കോടികൾ. അതെല്ലാം കാർത്തൂന് അവകാശപ്പെട്ടതാ. ഒരു വിധം കാർത്തൂന് വളർത്തിയ കണ്ണന് തരാൻ എനിക്കൊരു മടിയുമില്ല. അയ്യോ എന്റെ ഡോക്ടറെ, അരുണിന്റെ അപ്പച്ചിയും മുത്തച്ഛനും ഒക്കെ എന്നെ സഹായിക്കാന്ന് പറഞ്ഞപ്പോ പോലും ഞാൻ വേണ്ടെന്നാ പറഞ്ഞേ. അവസാനം നിർബന്ധിച്ചാ അവരെല്ലാം എന്റെ തലയിലോട്ട് വെച്ചു തന്നെ. എനിക്ക് ഈ പണവും സ്വത്തും ഒന്നും അല്ല വലുത്, മനുഷ്യന്മാര് തമ്മിലുള്ള സ്നേഹമാ. അത് പൊട്ടിപ്പോരുത് ഒരിക്കലും. ഈ സ്വത്തും പണമൊന്നും മുകളിലോട്ട് പോകുമ്പോ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് നല്ല ധാരണയുള്ള കൂട്ടത്തില ഞാൻ. ഓർമ്മയായ നാള് മുതല് മണ്ണിൽ കിളയ്ക്കുന്നവനാ ഞാൻ. ആ മണ്ണിൽ തന്നെ ചേരേണ്ടവരാ നമ്മളൊക്കെ. അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ട് സമ്പത്തിനോട് ഒരു തരത്തിലുള്ള ആർത്തിയില്ല. ഇവിടെ ആയാലും അരുണിന്റെയും അയാളുടെ അപ്പച്ചിയുടെയും മുത്തച്ഛന്റെയും ഒക്കെ കാര്യം അങ്ങനെ തന്നെയാ. അവരും മനുഷ്യന്മാര് തമ്മിലുള്ള സ്നേഹത്തിനാ വില കൽപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസവഞ്ചന അവര് സഹിക്കില്ല. അങ്ങനെയുള്ളപ്പോ പറയുമ്പോഴൊക്കെ മോളെ ഇവിടെ കൊണ്ട് കാണിക്കാന്ന് 100% ഉറപ്പ് പറയാൻ എന്നെ കൊണ്ട് കഴിയില്ല. എല്ലാം 50-50. പിന്നെ എന്റെ ഭാഗത്തുനിന്ന് അതിനുവേണ്ടി പരമാവധി ശ്രമം ഉണ്ടാവും. അത് ഡോക്ടർ പറഞ്ഞില്ലെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യും. കാരണം ഈ അവസ്ഥയിൽ ഒരു അച്ഛനെ മകള് വന്ന് കാണേണ്ടത് അത്യാവശ്യമാണ്. ഡോക്ടർ ധൈര്യമായിട്ടിരിക്കെ. ഡോക്ടർ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും. ഞാൻ പോട്ടെ. ശരി കണ്ണ. ഞാൻ കുറെ ദിവസമായി ഡോക്ടറുടെ വീട്ടിലേക്ക് പോയിട്ട്. എന്തായാലും ഇന്ന് നിങ്ങൾ പോയിട്ട് വാ. നാളെയോ മറ്റന്നാളോ ആയിട്ട് ഞാൻ അങ്ങോട്ടൊന്ന് ഇറങ്ങാം. ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർ എന്നോട് പറയും നമ്മൾ ആരെങ്കിലുമൊക്കെ അവിടെ ചെന്ന് താമസിക്കാൻ. അങ്ങേർക്കിപ്പം മിണ്ടാനും പറയാനൊന്നും ആരുമില്ലല്ലോ. ദീപൻ ജയിലിൽ നിന്ന് വന്ന ശേഷം അവനും വിജിതയും കുഞ്ഞും കൂടെ അവിടെ പോയി താമസിക്കാൻ പറയാം. ഒരു കുഞ്ഞൊക്കെ ഉള്ളപ്പോഴേ പലതും മറക്കാൻ കഴിഞ്ഞേക്കും. അയ്യോ, ഇത് അരുണിന്റെ അപ്പച്ചിയുടെ കാറാണല്ലോ. പ്രശ്നമായോ തന്നെ? എന്താണ് ഇവരൊന്നിച്ച്? അറിയില്ല. ഞാൻ മോളെ കാണാൻ വീട്ടിലേക്ക് വന്നപ്പോ മോള് അമ്പലത്തിലേക്ക് പോവാന്ന് പറഞ്ഞു, കണ്ണനും പവിത്രയ്ക്കും ഒപ്പം. എന്നാ പിന്നെ അമ്പലത്തിലേക്കല്ലേ, ഞാനും കൂടാന്ന് വിചാരിച്ചു. പവിത്ര എവിടെ? പവിത്രയും റെഡി ആയിട്ടിരുന്നതാ. അപ്പോഴാ പെട്ടെന്നൊരു കൂട്ടരെ വിളിച്ചിട്ട് ഒരു ഓർഡർ തന്നത്. പിന്നെ അവള് കടയിലേക്ക് പോയി. ഞാനങ്ങോട്ട് പോവാൻ നിൽക്ക. നല്ല ഓർഡർ ആയതുകൊണ്ടാ കളയാതിരുന്നത്. ജോലി മുടക്കിയിട്ട് എങ്ങോട്ടും പോകുന്ന നല്ലതല്ല. പിന്നെ ഉണ്ണി ജയിലിലേക്ക് പോയ ശേഷം മോൾക്കൊപ്പം അമ്പലത്തിലേക്കൊന്നും പോയില്ല. ഇന്ന് സത്യം പറഞ്ഞ നാഗക്ഷേത്രത്തിൽ മോളെയും കൂട്ടി പോവാന്ന് വെച്ചാ വന്നത്. അപ്പോഴാ മോൾ അമ്പലത്തിലേക്ക് പോവാനായിട്ട് എന്നെ ഇറങ്ങിയത്. ഇനിയിപ്പോ എന്റെ വണ്ടി പോവാലോ നമുക്ക്, അല്ലേ കണ്ണ? അതെ, അത് വലിയ കാര്യം.
ഹലോ. വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നില്ലല്ലോ കണ്ണ. അത് ഞങ്ങളിപ്പോ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. മോളുണ്ടോ കൂടെ? ആ ഉണ്ട്. ഒന്ന് കൊടുക്കാമോ? അത് പിന്നെ എടുത്തു വെച്ചോളൂ, ഞങ്ങൾ വന്നിട്ടേ കഴിക്കൂ. അപ്പൊ ശരി ശരി. കണ്ണ, പവിത്ര വിളിച്ചതേ, ഇപ്പൊ തിരിച്ചെത്തുമെന്ന് ചോദിക്കായിരുന്നു. എവിടെയോ ഫുഡ് കൊണ്ടുപോയതല്ലേ? ഇനി കണ്ണനും അവിടെ എത്തണോ? ഏയ് അതിന്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിൽ ആഹാരം എടുത്ത് വെക്കണമെന്ന് അറിയാൻ വേണ്ടി വിളിച്ചാ. അവിടെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടോ മോളെ? എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോവാനുണ്ടോ? ഇല്ല അപ്പച്ചി, നമുക്കിനി തിരിച്ചു പോവാം. ഇവിടേക്ക് നല്ല ദൂരം ഉണ്ടല്ലോ. നമ്മൾ വരുന്നതിന് മുൻപ് നട അടയ്ക്കാതിരുന്നത് ഭാഗ്യം. ഒരു 11 മണിയായിട്ടേ നട അടയ്ക്കുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ അന്നദാനമൊക്കെ ഉണ്ട്. സാധാരണ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ ശേഷമേ പോകാറുള്ളൂ. ഇന്ന് കഴിക്കണോ? അപ്പോ വീട്ടിലുണ്ടാക്കിയതൊക്കെ പാഴായി പോവില്ലേ? ആ അതെ, അത് ശരിയാ. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക, മോൾക്ക് എന്തോ മനപ്രയാസമുണ്ട്. എന്തൊക്കെയോ പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങള് മോളിങ്ങനെ കൂട്ടിവെച്ചോണ്ട് നടക്കുന്ന പോലെ തോന്നാ. അതിനിപ്പോ ധാരാളം കാരണങ്ങളുണ്ടല്ലോ. ഉണ്ണിയുടെയും മാളുന്റെയും കല്യാണം മുടങ്ങിയത് തന്നെ മോക്ക് വലിയ നിരാശയാ. അത് തന്നെയാണ് ഈ മനപ്രയാസത്തിന് കാരണം. ആണോ മോളെ? അപ്പോ അതോർത്ത് ഞാൻ എന്തുമാത്രം വേദനിക്കേണ്ടതാ? മാളു അത്രയ്ക്ക് പ്രതീക്ഷയിലല്ലായിരുന്നോ? എല്ലാം നടക്കും. ഉണ്ണി ഉടനെ പുറത്തു വരുമല്ലോ. പോവാം, വാ. എന്തു പറ്റി മോളെ? ഞങ്ങളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം എന്തെങ്കിലും വേദന മോൾക്കുണ്ടോ? ഏയ് ഒന്നുമില്ല അപ്പച്ചി. വീട്ടിലിരുന്നപ്പോ വല്ലാത്തൊരു ശ്വാസം മുട്ടല്. അതാ മോളെ കാണാൻ ഇങ്ങോട്ട് വന്നത്. ഇപ്പോ മോൾക്കൊപ്പം അമ്പലത്തിൽ കൂടി പോയപ്പോ എനിക്ക് നല്ല ആശ്വാസമുണ്ട്. ആഹാ, നിങ്ങൾ വന്നായിരുന്നോ? അമ്പലത്തിൽ നിന്ന് പായസമൊക്കെ കഴിച്ചിരുന്നു. എങ്കിലും ഇവിടെ വന്ന സ്ഥിതിക്ക് മോൾക്കൊപ്പം ഇരുന്ന് ഒരു നേരം ഭക്ഷണം കഴിക്കാതെ പോകുന്നത് ശരിയല്ലല്ലോ. എല്ലായിടത്തും മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയൂണിന് അരുണില്ല. കണ്ണനെ മോള് വിളിച്ചിരുന്നെങ്കിൽ കണ്ണൻ നമുക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചേനെ. ഇതങ്ങ് പോയി കളഞ്ഞു കണ്ണൻ. അവിടെ പവിത്രയെടുത്തി എല്ലാം ഒരുക്കിയോണ്ടാ കണ്ണേട്ടൻ പോയത്. അല്ല, പവിത്ര വന്നില്ലേ അമ്പലത്തിലേക്ക്? ഇല്ല എടുത്തി, ഇവിടുന്ന് നല്ല ദൂരമുണ്ട് ആ ക്ഷേത്രത്തിലേക്ക്. എന്തായാലും നട അടയ്ക്കുന്നതിന് മുമ്പ് ഞങ്ങൾ ചെന്നു. അത് ഭാഗ്യേ. ഞാൻ ഈ പ്രസാദം പൂജാമുറിയിൽ കൊണ്ടുവയ്ക്കട്ടെ. അതെ, അരുണും മോളും തമ്മില് എന്തെങ്കിലും വഴക്കുണ്ടായോ? ഏയ് ഇല്ല. അവര് തമ്മില് ഒരു പ്രശ്നമില്ലല്ലോ. എന്റെ അറിവിലില്ല. മോൾക്കെന്തോ മനപ്രയാസമുണ്ട്. അതിനെപ്പറ്റി ഞാനും അരുണും സംസാരിച്ചതാ. മോൾക്ക് രാത്രിയിൽ ഉറക്കക്കുറവാണെന്ന് അരുണ് പറഞ്ഞു. നീ എന്താ ദേവി ആലോചിക്കുന്നേ? അവൻ ഈ പരിസരത്തേക്കൊന്നും വരുന്നില്ലല്ലോ, ആ ജീവൻ. ഏയ് ഇല്ല. മോളെ ശ്രദ്ധിച്ചോളണം. നമ്മളെപ്പോലെ കട്ടിയുള്ള മനസ്സല്ല. ഇപ്പൊ അവനോട് വെറുപ്പാണെങ്കിലും അവൻ കുറുക്കനാ. സങ്കടം നടിച്ച് അവൻ എന്റെ മോളെ സ്വാധീനിക്കും. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. മാളുവിന്റെ കല്യാണത്തിന് മുൻപ് ജയിലിൽ പോവരുതെന്നുണ്ടെനിക്ക്. നിന്നെ എല്ലാവർക്കും പേടിയ ദേവേ. നീ ഇനി വെറുതെ കുട്ടികളെ സങ്കടപ്പെടുത്തരുത്. എന്റെ കുഞ്ഞിനെ അവൻ ഏതെങ്കിലും രീതിയിൽ മയക്കെടുക്കാൻ ശ്രമിച്ചാൽ പിന്നെ എല്ലാവരും കേൾക്കും അവന്റെ മരണവാർത്ത. കരയായിരുന്നല്ലേ? ഇപ്പൊ നടന്ന സംഭവങ്ങളൊക്കെ ഓർത്തു കാണും. പഴയ കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുമായിരുന്നു. കരണമാമയെ പറ്റിയാണോ അതോ ദീപേട്ടനെ പറ്റിയാണോ ഓർത്തെ? കാരണം മാമൻ, അങ്ങേരെ പോലൊരച്ഛൻ, ഏത് മക്കളുടെ ശാപം. ഞാൻ ദീപേട്ടനെ പറ്റി ഓർത്തോണ്ടിരുന്നേ. അവരൊക്കെ പെട്ടെന്ന് തിരിച്ചു വരും വിജിതേ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന വഴക്കൊന്നും കാര്യാക്കണ്ട. കണ്ണേട്ടനും പവിത്രയിടത്തേക്കൊക്കെ ഇപ്പൊ വിജിതയോട് നല്ല സ്നേഹമാണ്. പിന്നെ വിജിതയുടെ മോളെ നോക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഇടയ്ക്ക് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് ഇറങ്ങ. എങ്ങോട്ടിറങ്ങിയാലും അപ്പച്ചി വഴക്ക് പറയും. ഇപ്പൊ കുറച്ചുനേരം ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞ തന്നെ
അപ്പച്ചി പശുവിനെ അഴിച്ചു കെട്ടാൻ പറഞ്ഞതുകൊണ്ടാ. അതൊന്നും കാര്യമാക്കണ്ട. അവിടെ വരുവാണെങ്കിൽ ഞാൻ ഇവിടെ കൊണ്ടാക്കാം. അതിന് അമ്മ എന്ത് പറഞ്ഞാലും അതിനൊക്കെ മറുപടി ഞാൻ പറഞ്ഞോളാം. അല്ല, കണ്ണേട്ടൻ ഇവിടെ ഉണ്ടോ? ആ അകത്തുണ്ട്. ഞാനിന്ന് പോയി കാണട്ടെ. ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോവാനുണ്ട്. ജീവേട്ടന്റെ വീട്ടിലേക്കാണോ? ആ അതെ. അരുൺ സാറും അപ്പച്ചി അറിഞ്ഞ പ്രശ്നമല്ലേ? അറിയാതെയാ പോകുന്നത്. ഈ ജീവേട്ടനെ അവരൊക്കെ വെറുക്കാനുള്ള കാരണം എന്താന്ന് കാർത്തൂന് അറിയില്ലേ? അത് പിന്നെ ആ ഡോക്ടർ അരുൺ സാറിന്റെ അപ്പച്ചിയുടെ ഒരു കൂട്ടുകാരിയെ ചതിച്ചു എന്ന് പറഞ്ഞു കേട്ടായിരുന്നു. പിന്നെ എന്തിനാ കാർത്തു ജീവേട്ടൻ വിളിക്കുന്നിടത്തൊക്കെ ഇങ്ങനെ ഓടിപ്പോകുന്നത്? എന്തോ അദ്ദേഹത്തെ വെറുക്കാൻ എനിക്ക് തോന്നുന്നില്ല. പിന്നെ ദീപേട്ടന്റെ ഏട്ടനല്ലേ? ഇവളാ എല്ലാവർക്കും ഇടയിൽ നിന്ന് പുണ്യോണത്ത് ചമഞ്ഞിട്ട് എന്നെ തൊലിക്കുന്നത്. എന്തായി കണ്ണ? ഒന്നും പറയണ്ട എന്റെ ഡോക്ടറെ. അങ്ങോട്ട് സംസാരിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരുന്നു. എന്തു പറ്റി? മോള് ഡോക്ടറെ കാണാനായിട്ട് പുറപ്പെട്ടതാ. ആ സമയത്ത് അരുണിന്റെ അപ്പച്ചി വന്നു. പിന്നെ അമ്പലത്തിൽ പോവാന്ന് മോള് കള്ളം പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ പോകേണ്ടി വന്നു. അതിനുശേഷം വീണ്ടും മോള് വരാനൊരു ശ്രമം നടത്തി. ആ സമയത്ത് അരുൺ വന്നത്. പിന്നെ എങ്ങനെ വരും? അത് ശരി. ചുമ വല്ലാതെ കൂടുന്നുണ്ടല്ലോ ഡോക്ടറെ. ഒന്ന് ആശുപത്രിയിലോട്ട് പോവാം. വേണ്ട, മെഡിസിൻ കഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ ഇന്ന് മോളെ കാണാൻ പറ്റില്ലല്ലോ. ഇനി എങ്ങനെയാ പറ്റുന്നേ? റിസ്ക് എടുക്കണ്ട. ഇവിടെ വരുന്നതിന്റെ പേരില് മോള് വിഷമിക്കാൻ പാടില്ല. സമയം കിട്ടുമ്പോ മോളോടൊന്ന് വിളിക്കാൻ പറയും. ശരി ഡോക്ടർ. ഡോക്ടർക്ക് നല്ല ചുമയും വലിയുണ്ട്. ഓ, എത്ര പറഞ്ഞാലും ആശുപത്രിയിലോട്ട് പോകില്ല. ഡോക്ടറല്ലേ, അതുകൊണ്ട് സ്വയം ചികിത്സിക്കാമല്ലോ. കാർത്തൂനെ കണ്ടില്ലെങ്കിൽ അങ്ങയുടെ അസുഖം കുറയത്തില്ല. മോൾ അതിനു വേണ്ടി പരമാവധി ശ്രമിച്ചതല്ലേ, എന്നിട്ടും അത് നടന്നില്ലല്ലോ. നാളെ എന്തായാലും അരുൺ സാർ ജോലിക്ക് പോകുമ്പോ നീ എന്തെങ്കിലും പറഞ്ഞ് കാർത്തൂനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരണം. ഇവിടെ അടുത്താണല്ലോ ഇപ്പൊ ഡോക്ടർ താമസിക്കുന്നത്. അവിടെ ചെന്ന് 1-2 മണിക്കൂർ ഇരുന്നാലും ഉച്ചയ്ക്ക് മുമ്പ് എത്താമല്ലോ. സ്വന്തം അച്ഛനെ മകളെ കാണാൻ വിടുന്ന പാടെ. ഇപ്പൊ കാർത്തു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഡോക്ടറെ. അത് മറ്റൊന്നും കൊണ്ടല്ല, കാർത്തൂനറിയാം അവളുടെ അച്ഛനോളം വേദന അനുഭവിച്ച ഒരു മനുഷ്യൻ വേറെ ഉണ്ടാവില്ലെന്ന്. തെറ്റിദ്ധാരണ മൂലം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്തൊക്കെയാ സംഭവിച്ചത്. അവസാനം വെടിയേറ്റ് ആശുപത്രിയിൽ വരെ കിടക്കേണ്ടി വന്നു. ഇവിടെ 2 കൂട്ടരും നല്ലവരാ. ഡോക്ടർ ജീവനും അതുപോലെ തന്നെ അരുൺ സാറിന്റെ അപ്പച്ചിയും മുത്തച്ഛനും ഒക്കെ. പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം? സ്നേഹക്കൂടുതലുള്ളിടത്താണല്ലോ വാശിയും വൈരാഗ്യം ഒക്കെ കൂടുന്നത്. അവർ തമ്മിൽ തെറ്റിയാ പിന്നെ അതിനേക്കാളും വലിയ വേദനയായിരിക്കും. ശരിയാ, നമുക്കൊന്ന് ഡോക്ടറെ അടുത്ത് വരെ പോയാലോ? നല്ല ഔഷധമുണ്ടെങ്കിൽ ആരെങ്കിലും അടുത്ത് വേണ്ടേ? അവിടെ മറ്റവരുണ്ടല്ലോ, ആ വളർച്ച പറ്റി ഒരുത്തൻ സുമിത്ര. അയക്കൊരു ആത്മാർത്ഥത ഇല്ലാന്നല്ലേ നീ പറഞ്ഞത്? ആത്മാർത്ഥത ഇല്ലെന്ന് മാത്രമല്ല, അവിടെ ആര് ചെന്നാലും അത് അപ്പൊ തന്നെ ഡോക്ടറുടെ ഭാര്യയുടെ കാത് കത്തിക്കും. പിന്നിപ്പോ ഭാര്യ എത്ര കിടന്ന് ചാടിയാലും അങ്ങനെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല, ഡോക്ടർക്ക് വെടിയേറ്റതിനു ശേഷം അവർ തമ്മിൽ ഏതാണ്ട് പിരിഞ്ഞ മട്ട. അതുകൊണ്ടാ ഒന്ന് പോവാന്ന് പറഞ്ഞത്. വേണ്ട, പോയാലും അങ്ങേരെ ആശുപത്രിയിലോട്ട് കൂട്ടിക്കൊണ്ടുപോകാനൊന്നും പറ്റില്ല. പിന്നെ കാർത്തൂനെ കാണാത്തതിന്റെ നിരാശ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കത് പരിഹരിക്കാൻ പറ്റുമോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ഇന്ന് അർദ്ധരാത്രി കഴിഞ്ഞിട്ടാണെങ്കിലും മോൾ അവളുടെ അച്ഛനെയും വിളിച്ചിരിക്കും. കാരണം അത്രയ്ക്ക് അവസരമാണ് ഡോക്ടർ എന്ന്. ആരാ പവിത്ര ഈ രാത്രിയില്? കാർത്തു, നീ എടുക്ക. എന്താ മോളെ? കണ്ണേട്ടന്റെ കയ്യില് ഒന്ന് ഫോണ് കൊടുക്കോ? എന്താ മോളെ? ഒന്ന് കൊടുക്കെടുത്തി. ആ കൊടുക്ക. കണ്ണേട്ടാ ദാ. അവളെ അച്ഛനെ ഞാൻ വിളിച്ചിരുന്നു. അച്ഛന് പനി കൂടുതലാ, സംസാരിക്കാൻ പോലും കഴിയുന്നില്ല ചുമ കാരണം. ഒരു കുഴപ്പമില്ല മോളെ, ഞാൻ പോയി കണ്ടതല്ലേ. അങ്ങനെ പറയണ്ട, കുഴപ്പമുണ്ട്. എന്ത് സംഭവിച്ചാലും നാളെ എനിക്ക് അവിടെ പോണം. അച്ഛനെ കാണണം. മോൾ അബദ്ധമൊന്നും കാണിക്കലേ. അബദ്ധമൊന്നും അല്ല. നാളെ കണ്ടിട്ട് രാവിലെ ഒരുങ്ങിയിരിക്കണം. ഞാൻ എവിടേക്ക് വന്നോളാം. എന്ത് പറഞ്ഞു വരും? ഞാൻ എന്തെങ്കിലും പറഞ്ഞു വന്നോളാം. എന്തായാലും എനിക്ക് നാളെ എന്റെ അച്ഛനെ കണ്ടേ പറ്റൂ. ശരി മോളെ.
നോക്കുമ്പോൾ അച്ഛനെ കണ്ടേ പറ്റുന്നു. നാളെ രാവിലെ വരുമെന്നാ പറയുന്നത്. നാളെ രാവിലെയോ? അങ്ങനെ പറഞ്ഞേ. അതെങ്ങനെ വരും? അരുണിന് സംശയം തോന്നില്ലേ? ചിലപ്പോ അമ്പലത്തിൽ പോകുന്നോ മറ്റോ പറഞ്ഞിട്ടായിരിക്കും വരുന്നേ. കൂടെ അരുണോ അരുണിന്റെ അമ്മയോ വന്നാലോ? അതൊക്കെ പ്രശ്നമാണ്. ഇനി എന്താണ് മോൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഒന്നും കൊണ്ടുപോയി കാണിക്കാതിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിലേ രണ്ടാള് രണ്ടു വശത്തുനിന്ന് സമ്മർദ്ദം തന്നുകൊണ്ടിരിക്കും. നാളെ ഇനി ഡോക്ടറുടെ അവസ്ഥ എന്താണെന്ന് പറയാനും പറ്റില്ല. അങ്ങേര് പറയുന്നത് ഒരു കണക്കിന് ശരിയാണ് പവിത്രേ. ഇനി എത്ര വലിയ ഡോക്ടറാണെന്ന് പറഞ്ഞാലും ഇപ്പൊ അയാളുടെ അസുഖം മാറ്റാനുള്ള മരുന്ന് കാർത്തു തന്നെയാ. നാളെ ഇനി പോവാൻ പറ്റിയില്ലെങ്കിൽ കണ്ണേണ്ണ ഒരു കാര്യം ചെയ്യണം. ഡോക്ടറെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം. ഇവിടെ ഒരു മുറി അദ്ദേഹത്തിന് കൊടുത്താൽ മതി. എന്തായാലും അരുണിന്റെ അപ്പച്ചിയോ വന്ന് എല്ലാ മുറിയിലും കയറി നോക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഇവിടേക്ക് വന്നു കഴിഞ്ഞാ അച്ഛനും മോക്കും തമ്മിൽ കാണാമല്ലോ. ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് വീക്ഷിക്കുന്ന ഒരാളുണ്ട്, വിജിത. അവളുടെ അമ്മയച്ഛനും നമ്മളെ മുൾമുനയെ നിർത്തിയതുപോലെ അവളിനി തുടങ്ങുമെന്ന് പറയാൻ പറ്റില്ല. ഇനിയെങ്കിലും കുടുംബത്തുള്ളവർക്കെല്ലാം സമാധാനം കിട്ടണം. കണ്ണേട്ടനാണെങ്കിൽ ഏതു നേരവും ഉണ്ണിയേട്ടന്റെ കാര്യം പറഞ്ഞ ഒരേ കരച്ചിലാ. പിന്നെ ഉണ്ണിയേട്ടൻ കൊന്നിരിക്കുന്നത് സ്വന്തം മാമനെയല്ലേ? എത്ര ദുഷ്ടനാണെന്ന് പറഞ്ഞാലും അത് പാപമല്ലേ? എന്തു പാപം? അയാളെ പോലുള്ളവർ ജീവിച്ചിരുന്ന മറ്റുള്ളവർക്ക് മരിക്കേണ്ടി വരും. ജീവിച്ചിരുന്നപ്പോ ശല്യായിരുന്ന ആള് മരിച്ച ശേഷം അതിനേക്കാളും ശല്യാവാതിരിക്കാനാ ഞാൻ ദൈവങ്ങളെ കാണുന്നത്. അതിന് ഇത്രയും നേരത്തെ പോണോ മോളെ? കുറച്ചു ദൂരെയുള്ള അമ്പലത്തിലേക്കാ കണ്ണേട്ടനും പവിത്രടുത്തേയും പോകുന്നത്. ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ എടുക്കും അവിടെ എത്താൻ. അതുകൊണ്ടാ ഇത്ര രാവിലെ പോവാന്ന് വെച്ചത്. അപ്പം മടങ്ങി വരാൻ താമസിക്കുമല്ലോ. അയ്യോ അച്ഛാ. ആ മോള് വന്നോ? ഇത്ര രാവിലെ എത്തിയോ? അരുൺ സാറിനോട് പോലും യാത്ര ചോദിക്കാതെ പുറപ്പെട്ടതാ. അല്ലെങ്കിൽ വരാൻ പറ്റില്ല. അയ്യോ പൊള്ളുന്ന ചൂടുണ്ട്. എനിക്ക് ഒരു കുഴപ്പമില്ല കണ്ണേട്ടാ, നല്ല ചൂടുണ്ട്. ഇനി ആശുപത്രി പോകാതിരിക്കുന്ന അപകടമാണ് ഡോക്ടറെ. അതെ, ഇപ്പൊ തന്നെ നമുക്ക് ആശുപത്രിയിലേക്ക് പോവാം. വേണ്ട മോളെ. ഒരു പറച്ചിലിന് ഒരു ചുമയാ. ഇത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛ എനിക്ക്. എന്റെ മോളിങ്ങി വന്നില്ലേ? മോളാണ് ഈ അസുഖത്തിനുള്ള മരുന്നെന്ന് ഞാൻ കണ്ണനോട് പറഞ്ഞു. ഇനിയിപ്പോ എല്ലാം സാധാരണ നിലയിലായിക്കോളും. അങ്ങനെ ആശ്വസിക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല. അച്ഛൻ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല, സുമിത്രൻ ചുക്കാപ്പി ഉണ്ടായിക്കൊണ്ട് തന്നു. ഞാൻ കുടിച്ചില്ല. ഇന്നലെ കുടിച്ചെന്റെ പൊള്ളല് ഇതുവരെ മാറിയിട്ടില്ല. കണ്ണേട്ടാ, ഇത് നമ്മൾ വിചാരിച്ച പോലെയൊന്നും അല്ല. നല്ല പനിയാ. ഇന്നലെ ഞാനിവിടെ വന്നപ്പോ മരുന്നൊക്കെ കഴിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ടാ പിന്നെ ആശുപത്രിയിലോട്ട് പോകാൻ ഒരുപാട് നിർബന്ധിക്കാണ്ടിരുന്നേ. വേണ്ട കണ്ണ, ഇനിയിപ്പോ ഞാൻ എങ്ങോട്ടുമില്ല. കുറച്ചു സമയം മോളിൽ അടുത്തിരുന്നാ മതി. അങ്ങനെ ഇരുന്നാ ശരിയാവത്തില്ല. അല്ലെങ്കിൽ മോള് കൂടുതൽ സമയം ഇരിക്കണ്ട. എന്റെ പനി പകരും. പകരുന്നെങ്കിൽ പകരുന്നോട്ടെ. ആ സമയത്ത് എന്നോട് ആശുപത്രി പോണെന്നും ഡോക്ടറെ കാണണമെന്നൊന്നും അച്ഛൻ പറഞ്ഞേക്കരുത്. അത് ഞാനും കേൾക്കില്ല. അയ്യോ ജയിലിൽ കിടക്കുന്നതാണെന്ന ദേവ പറയാറ്. ഏതായാലും മോള് കാർത്തുവിനെ ഒന്ന് വിളിക്കേ. ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം മുത്തശ്ശ. വെറുപ്പ് കാണിക്കാതെ അങ്ങോട്ട് കുടിക്കച്ചാ. വായിക്കൊന്നും രുചി തോന്നുന്നില്ല മോളെ. ഒരു ഡോക്ടർക്ക് അറിയാലോ ഈ സമയത്തൊന്നും വായിക്ക് രുചി കാണത്തില്ല എന്ന്. ഡോക്ടർ മനുഷ്യരല്ലേ, അവർക്കും എല്ലാവരെയും പോലുള്ള ടേസ്റ്റ് ഒക്കെ ആണല്ലോ കിട്ടുക. കാര്യങ്ങൾ അറിയാലോ എന്നാ മോൾ ഉദ്ദേശിച്ചത്. മോളുണ്ടാക്കിയ കഞ്ഞിയല്ലേ, എന്തായാലും അത് മുഴുവൻ ഞാൻ കുടിക്കും. ഗുളികയൊക്കെ കഴിക്കുന്നോണ്ടേ കുടിച്ചേ പറ്റൂ.
ആണല്ലോ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്തായാലും മോൾ എടുക്ക. ആ മാളു, ചേച്ചി കണ്ണേട്ടനും പവിത്രേച്ചിക്കൊപ്പം അമ്പലത്തിൽ പോയിരിക്കാണോ? ആ അതെ. എന്തോ അമ്മയ്ക്കൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ട്. ദേ ഇപ്പൊ ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. എങ്ങോട്ട്? ആ ഡോക്ടർ ജീവന്റെ വീട്ടിലേക്ക് പോണെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയത്. ചേച്ചി അവിടെ പോകുന്നുണ്ടോന്ന് അമ്മയ്ക്ക് നേരിയ സംശയമുണ്ട്. ഇനി ആ പരിസരത്തോട്ടൊന്നും പോകല്ലേ, അത് പറയാനാ വിളിച്ചത്. ശരി മോളെ. ചേച്ചിക്ക് എന്താ ഒരു പേടി പോലെ? ഏയ്, എനിക്കൊരു പേടിയുമില്ല. എന്നെ എന്തിനാ അപ്പച്ചി ഇങ്ങനെ സംശയിക്കുന്നതെന്ന് ഓർത്തു പോയതാ. ഞാൻ വിളിക്കാം. ശരി ചേച്ചി. എന്താ പറഞ്ഞു മോളെ? കണ്ണേട്ടാ, സാറിന്റെ അപ്പച്ചി ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. ഞാൻ ഇവിടേക്ക് വരുന്നുണ്ടോന്ന് അപ്പച്ചിക്ക് സംശയം. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഞാൻ പറഞ്ഞില്ലായിരുന്നു മോളെ, ഏത് നേരം അമ്പലം എന്ന് പറഞ്ഞ് വീട് വിട്ടു പോയാ ആർക്കാണെങ്കിലും സംശയം ഉണ്ടാവും. അരുണും അയാളുടെ അമ്മയൊക്കെ അരുണിന്റെ അപ്പച്ചിയോട് സംസാരിച്ചു കാണും. അവർക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടല്ലോ. ഞങ്ങള് പോട്ടെ അച്ഛാ. ഇപ്പൊ പോയ അപകട മോളെ. അങ്ങോട്ട് ഇറങ്ങുമ്പോ ചിലപ്പോ ദേവ വന്നു വരും. ഇങ്ങോട്ട് അപ്പച്ചി കയറി വന്നാ എന്ത് ചെയ്യും? എന്തായാലും ഈ വീടിനകത്ത് കയറി വരാൻ പോകുന്നില്ല. നിങ്ങൾ അകത്തോട്ടെങ്ങനെ മാറിയിരിക്കും. ഇനി എന്നെ കൊല്ലാനാണെന്ന് അറിയില്ലല്ലോ. അങ്ങനൊന്നും സംഭവിക്കില്ല ഡോക്ടറെ. ഇപ്പൊ അച്ഛനും മോളും തമ്മിൽ കാണുന്നില്ലെന്നാ അവരുടെയൊക്കെ വിശ്വാസം. അതുകൊണ്ട് അതിന് വിട്ട പ്രവർത്തിക്കൊന്നും അവർ നിൽക്കില്ല. ആകെ വിഷമമായല്ലോ കണ്ണേട്ടാ. നമ്മൾ ഓരോരോ സാഹസം കാണിക്കുമ്പോ ഇതുപോലുള്ള അപകടം മുന്നിൽ കാണണം. മോള് ഭയക്കാതെ ഒന്നും സംഭവിക്കില്ല. ഏതായാലും ഡോക്ടർ കഞ്ഞി കുടിക്കേ. എനിക്ക് മതി. മോളിതെടുത്ത് അകത്ത് വയ്ക്കാം. അയ്യോ, അപ്പച്ചിയായിരിക്കോ? നിങ്ങൾ ആ മുറിക്കകത്തേക്ക് വയ്ക്കോ. ദേവയാണെങ്കിൽ അകത്തോട്ട് കയറി വരും. ഒരു കാരണവശാലും നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങരുത്. അച്ഛാ, അപ്പച്ചിയുടെ കയ്യിൽ തോക്ക് കാണും. മോള് പേടിക്കണ്ട. ചെല്ലേ, മോളെ കണ്ടാലാ കുഴപ്പം. അച്ഛൻ പോയില്ലായിരുന്നോ? എങ്ങനെ പോവാനാ? നീ ഒരുത്തനെ കൊല്ലാനുള്ള ആവേശത്തോടെയല്ലേ ഇവിടുന്ന് പോയത്. പിന്നെ തിരിച്ചു വരണം വരെ പോവാൻ പറ്റുമോ? എന്തായി ഇവിടെ ചെന്നിട്ട്? കാർത്തൂനെ കണ്ടോ? ഇല്ല. പിന്നെ എന്തിനാ ഓടിയത്? അമ്മ ഓരോരോ സംശയം ഉള്ളി വെച്ചോണ്ട് നടക്കാം. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ദേവേ, അരുണിന് വാക്കു കൊടുത്തിട്ട് കാർത്തു ഇനി അവനെ കാണില്ലെന്ന്. പിന്നെ സ്വന്തം ഭർത്താവിനേക്കാൾ വലുതാണോ കാർത്തുവിന് മോളുടെ അമ്മയെ ചതിയിൽപ്പെടുത്തിയവൻ? എന്തായാലും അവിടെ വരെ പോയതുകൊണ്ട് ആശ്വാസമായല്ലോ അച്ഛാ. അല്ലെങ്കിലും ചേച്ചി അമ്പലത്തിൽ പോകാന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് എവിടെയും പോകത്തില്ല. അതൊക്കെ മോളുടെ അമ്മയോട് പറഞ്ഞാൽ മനസ്സിലാവോ? ഇന്നലെ അമ്പലത്തിൽ പോയിട്ട് ഇന്ന് തിരക്ക് പിടിച്ച് വീണ്ടും പോയതുകൊണ്ടാ എനിക്ക് നേരിയ സംശയം തോന്നിയത്. ഇനിയിപ്പം ആളുവിനെ ഉണ്ണി കല്യാണം കഴിച്ചാല് എല്ലാവരുടെ ആഗ്രഹം പോലെ കണ്ണന്റെ പറമ്പിൽ തന്നെ ഒരു വീട് വെക്കാം. എന്നിട്ട് എല്ലാവർക്കും അടുത്തടുത്ത് താമസിക്കാം. അപ്പൊ കാർത്തുവിനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാമല്ലോ. അമ്മയുടെ ഇപ്പോഴത്തെ സ്വഭാവം കാരണ അച്ഛൻ വീട് വിട്ടു പോകുന്നത്. അതിപ്പോ ശരത്ത് പറഞ്ഞു കഴിഞ്ഞല്ലോ, കുടുംബത്തിന്റെ താളം തെറ്റിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ്. നിനക്കിപ്പോ വയസ്സ് എത്രയായെന്നറിയോ? 45 കഴിഞ്ഞു. എന്നിട്ടും മാളുവിന്റെ അത്ര പക്വത പോലും നിനക്കില്ല.
അല്ലെങ്കിൽ തന്നെ ഈ ഡോക്ടർ ജീവനെ അമ്മ എന്തിനാ ഇങ്ങനെ ഭയക്കുന്നത്? അതൊന്നും പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല മോളെ. അരുണിന് സത്യം അറിയാമെന്നറിഞ്ഞപ്പോ മോൾക്ക് അരുണിന്റെ മുഖത്ത് നോക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. ഇനി മോളും കൂടി എല്ലാം അറിഞ്ഞെന്ന് ദേവി അറിയണ്ട. പക്ഷേ അമ്മയുടെ ഈ സ്വഭാവം തന്നെയാ എല്ലാവരും എല്ലാം അറിയിക്കുന്നത്. ഞാൻ പോലും സത്യങ്ങൾ അറിയാൻ ഓടി നടന്നത് അതുകൊണ്ടാ മുത്തശ്ശ. ഏതായാലും നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ടു. അവന്റെ വീട്ടില് കാർത്തു ഇല്ലായിരുന്നു. ഡോക്ടർക്ക് ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? ഒന്നും പറയണ്ട പപ്പേട്ടാ, തീരെ വയ്യ. ഞങ്ങൾ ചെന്നപ്പോ വലിയ ആവശ്യത്തിലേക്കായിരുന്നു. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോ വലിയ കുഴപ്പമൊന്നുമില്ല. അതെങ്ങനെയാ കുഴപ്പമുണ്ടാവുന്നേ? ഞങ്ങളൊരു ഡോക്ടറെ വിളിച്ചോണ്ട് ചെന്ന് കാണിച്ചു. ആഹാ, വീട്ടിൽ കൊണ്ടുവന്ന് കാണിച്ചോ? അല്ലാതെ വരില്ലല്ലോ. മോളെ, കാര്യമൊക്കെ ശരിയാ. മോളുടെ ഇപ്പോഴത്തെ എടുത്തിയാട്ടം ഉണ്ടല്ലോ, അത് വലിയ ദുരന്തത്തിന് കാരണമാവേ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാനും ഇത് തന്നെയാ പറഞ്ഞോണ്ടിരുന്നേ. അതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി. ഒരാളവിടെ വന്നു, അരുണിന്റെ അപ്പച്ചി. എന്നിട്ടെന്താ, ഇടയ്ക്ക് മാള് വിളിച്ചു പറഞ്ഞുകൊണ്ട് അപകടം ഒന്നും സംഭവിച്ചില്ല. ആ കൊച്ചു അങ്ങനെ ഒരു സൂചന തന്നുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. മാളുവിനെ അറിയോ മോൾ അച്ഛന്റെ അടുത്തേക്ക് പോകുന്ന കാര്യം? അറിയത്തില്ല. അങ്ങനെ ചില സംശയങ്ങളൊക്കെ ഉണ്ട്. അതേപ്പറ്റി ഇടയ്ക്ക് എന്നോട് ചോദിക്കാറുമുണ്ട്. ആ, ഇപ്പൊ മോക്ക് കാര്യം മനസ്സിലായല്ലോ. മോളും മോളുടെ അച്ഛനും തമ്മിൽ കാണുന്നുണ്ടോന്ന് അരുൺ സാറിനും അപ്പച്ചിക്കൊക്കെ സംശയമുണ്ട്. അതിന്റെ അളവിന് കൂടി വരികയുള്ളൂ. പിന്നെ വീടിനകത്ത് സ്വസ്ഥത ഉണ്ടാവില്ല. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഏത് സമയത്തും വഴക്കായിരിക്കും. അങ്ങനെയൊന്നും പറയാതെ പപ്പേട്ടാ. പപ്പൻ പറയുന്നതാണോ മോളെ കുറ്റം? ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാ. തിരിച്ചു ചെന്ന് കയറുമ്പോ കയ്യില് പ്രസാദം കൊണ്ടുപോണേ. അമ്പലത്തിൽ പോകുന്നു പറഞ്ഞോണ്ടല്ലേ ഇറങ്ങിയത്. പോകുന്ന വഴിക്ക് നാഗക്ഷേത്രത്തിൽ കയറിയിട്ട് പോവാം. അവിടുന്ന് പ്രസാദം വാങ്ങിക്കൊള്ളാം കണ്ണേട്ടാ. എന്നാ ഞാൻ പോട്ടെ. പവിത്രേടത്തിയോട് പറഞ്ഞേക്ക്. ആ മോളെ, നടന്നു പോണ്ട, ഞാൻ വീടിന്റെ അടുത്ത് കൊണ്ടുവിടാം. കണ്ണെ കൊണ്ടുവിട്ടിട്ട് വരാം.